അതുപോലെ തന്നെ അനിൽ നല്ലൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അല്ലേ? ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾക്കും ഒക്കെ ശബ്ദം കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ വർക്കാണ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ശബ്ദം? ഇപ്പോൾ സൗണ്ട് അല്പം ചേഞ്ച്, മിമിക്രി കുറച്ച് കാലം ഉണ്ടായിരുന്നു, നാടൻ പാട്ടുണ്ടായിരുന്നു, കുറച്ച് നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അങ്ങനെ ഇതിലൊക്കെ നിന്നൊരു എന്തുകൊണ്ട് കുറച്ച് സൗണ്ടൊക്കെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ചെറിയ എന്നുള്ളതുകൊണ്ട് അങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മളെയൊക്കെ ഒന്നും രണ്ടും സൗണ്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് അവസരം കൂടുതൽ കിട്ടാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് സീൻ നമ്പർ 001 എന്നും പറഞ്ഞ് ഒരു ഫിലിമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർക്ക് ബിജു വട്ടപ്പാറയുടെ സ്വന്തം ഭാര്യ സിന്ദാബാദ്. ഈ സീൻ നമ്പർ 7 വർക്ക് തീർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ള വർക്കാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത്. പിന്നെ മങ്കമ്പു ഗോപാലകൃഷ്ണൻ സാറ് ഇപ്പോൾ ഒരുപാട് തെലുങ്ക് തമിഴ് പടമൊക്കെ എടുത്തിട്ട് നമ്മുടെ ലിറിക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു സൈഡായിട്ട് ചെയ്യുന്നതാണ്. സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതുന്നുണ്ട്, സിനിമയിൽ സജീവമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തെലുങ്ക് തമിഴ് ചിത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് മൊഴിമാറ്റം ചെയ്യുന്നു. അപ്പോൾ അതിലും ഭാഗമായി അങ്ങനെ പോകുന്നു. ഇടയ്ക്ക് സീരിയൽ നമ്മുടെ നിലവിളക്ക്, അതുപോലെ തന്നെ പറയിപ്പറ്റ പന്തിരൂലം, വളരെ ഫേമസ് ആയിട്ടുള്ള സീരിയൽ, അതിലൊക്കെ ഡബ് ചെയ്തതായിരുന്നു. അത് ശരി. ഓക്കെ, തന്നിലൊരു നല്ലൊരു ശബ്ദമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആരാണത്? മറ്റുള്ളവർ പറഞ്ഞിട്ടാണോ എൻ്റെ ശബ്ദം ഡബ് ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞത്? ഡബ് ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞത് ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോൾ അതിൻ്റെ ഒരു അനൗൺസറായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ നാട്ടിലൊക്കെ തന്നെ പല പരിപാടികളുടെ അനൗൺസറായിട്ട് വന്നാൽ റെക്കോർഡ് ചെയ്ത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ കൊടുക്കും. ക്ഷേത്രങ്ങളുടെ പരിപാടികൾ, ക്ലബ്ബുകളുടെ പരിപാടികളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു. അങ്ങനെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോൾ അവരാണ് നമ്മളെ തിരിച്ചറിഞ്ഞത്, അദ്ദേഹം ഇങ്ങനെ ചെയ്യുമല്ലോ. അങ്ങനെ വന്ന് ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ റെക്കോർഡിങ്ങിൻ്റെ രംഗത്ത് വരുന്നത് കേരള വിഷൻ ചാനലിലാണ്. കേരള വിഷൻ ചാനലിൽ ഒരു പ്രോഗ്രാം പഞ്ചായത്തുകളിലൂടെ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പോകും. അതിൽ എൻ്റെ ഒരു സുഹൃത്ത് ഐസക്കാട്ടാടി എന്ന് പറഞ്ഞ അദ്ദേഹം വിളിച്ചു. അങ്ങനെ ചെന്നാണ് അതിൽ ഡബ് ചെയ്താണ് തുടങ്ങിയത്. അങ്ങനെയാണ് ഈ അനൗൺസ്മെന്റിന് നമ്മൾ ഗാനഗാംഭീര്യമുള്ള ശബ്ദം കൊടുക്കുമ്പോൾ ഈ സ്വയം പാറ്റേണിലാണോ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുത്തിടാറുണ്ട് അതിനകത്ത്? കുറച്ച് നമ്മൾ നമ്മുടെ ഒന്ന് രണ്ട് വേർഡ് എന്തെങ്കിലും പറയാമോ? അതേപോലെ നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യണ പോലെ അനൗൺസ്മെന്റ് ചെയ്യണ പോലെ നമ്മൾ പറയുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ നാടിൻ്റെ വഴി വെളിച്ചം, ആ വെളിച്ചമാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഗ്രാമത്തിന് വേണ്ടി പകലന്തിയോളം പണിയെടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലെ ജനതയുടെ ചിരിക്കുന്ന മുഖങ്ങൾ, കരയുന്ന മുഖങ്ങൾ ഒക്കെ കണ്ടറിഞ്ഞൊരു മനുഷ്യൻ ഇതാ കടന്നു വരുന്നു. ചെറുതായിട്ട് നമ്മൾ ആളുകൾ പറയുന്നു, നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന കള്ളത്തൊണ്ട കുറച്ച് ഉപയോഗിക്കണം, എന്നാലേ ഒരു ഇത്തിരി കുറച്ച് നാടകീയത അങ്ങനെ വരുമ്പോഴാണ് ഒരു ത്രികൂടി ഭംഗി കൂടുതൽ ആകർഷണീയമാകണമെങ്കിൽ. പിന്നെ അനൗൺസ്മെന്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൽ എന്ന് പറയാം, നമ്മൾ എടുക്കുന്ന ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ വർക്കാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയാണ്, അല്ലെങ്കിൽ പള്ളികളുടെ ആണെങ്കിൽ കുറച്ച് സ്റ്റഡീഡ് ആയിരിക്കണം. നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വായിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വായനയിലൂടെയും മറ്റും മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ വളരെ ഫ്ലുവൻ്റായി കാര്യങ്ങൾ ചെയ്യാം. അതാണ് ഈ രംഗത്ത് വരുന്ന പുതിയ ആൾക്കാർക്ക് ഒരു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാറില്ല. നമ്മൾ കുറച്ച് റെഫറൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഇപ്പോൾ പാർട്ടികളുടെ ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ പള്ളികളുടെ ആണെങ്കിലും ഏതാണെങ്കിലും അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിരിക്കുക. ഓക്കെ, സ്റ്റഡീഡ് ആണെങ്കിൽ 2L എന്ന് പറയുന്നത് പോലെ അല്ലേ? പിന്നെ വേറെ തെരുവ് നാടകങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ജനങ്ങളെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു കൺസെപ്റ്റായിരുന്നു തെരുവ് നാടകം എന്ന് പറഞ്ഞത് അല്ലേ? ഒരുപാട് സംഭവങ്ങളും സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമായിരുന്നു. അന്ന് കുറേ തെരുവ് നാടകങ്ങൾ കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങളെന്ന് പറയാമോ? അതിൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തെരുവ് നാടകം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൾട്ടിനാഷണൽ വലിയ കമ്പനികളാണ്, റിലയൻസുകാർ ഉപയോഗിക്കുന്നു. പല ബാങ്കുകളും ഒക്കെ അവരുടെ ഇൻഷുറൻസിൻ്റെയും അതുപോലെ തന്നെ പല കമ്പനികളുടെയും പരസ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ, പക്ഷേ അവർ ഇന്ന് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ വരെ ആ തെരുവ് നാടകത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പലരും ഇപ്പോൾ പുതിയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്നാൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട മേഖലകളിലൊന്നും ഉപയോഗിക്കപ്പെടുന്നില്ല. അപ്പോൾ അന്നത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ തെരുവ് നാടകത്തെ കാണുന്ന ഒരു പ്രേക്ഷകർ ഉണ്ടായിരുന്നു. സ്പീഡല്ലാത്ത ഒരു, ഇന്നത്തെ പോലത്തെ സ്പീഡല്ലായിരുന്നു, ആ സ്പീഡില്ലാത്തൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു 80 കഴിഞ്ഞുള്ള ഒരു 90 വരെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നമ്മളൊന്നും സ്പീഡല്ല. അപ്പോൾ അതുകൊണ്ട് തെരുവിൽ നടന്ന ഒരു സംഭവത്തെ ഒന്ന് കണ്ടു നിൽക്കാനുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ അന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാട് തെരുവുനാടകങ്ങൾ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു ബാലൻസാണ്. ഇപ്പോൾ സത്തർ ഹാഷ്മിയൊക്കെ ആണ് ഇതിൻ്റെ ഏറ്റവും, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ട് നിന്ന് അന്തരിച്ച മനുഷ്യനായ സത്തർ ഹാഷ്മി.
സത്തർ ഹാഷ്മിയുടെ ആ പിന്തുടർച്ച, അദ്ദേഹം മരിച്ചു കഴിഞ്ഞൊരു ജനുവരിയിലാണ് മരിക്കുന്നത്. ജനുവരിയിൽ മരിച്ചു കഴിഞ്ഞ് തന്നെ ഒരുപാട് സത്തർ ഹാഷ്മിൻ്റെ ആ ഒരു ആവേശം കൊണ്ടിട്ട് ഒരുപാട് കേരളത്തിൽ ഒരുപാട് തെരുവുനാടക സംഘങ്ങൾ തന്നെ ഉണ്ടായി. അങ്ങനെ ഒത്തിരി നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ വയ്ക്കുമ്പോൾ ആളുകളത് നമ്മളൊരു നാടകത്തെക്കാളും അല്ലെങ്കിൽ സിനിമയെക്കാളും ഒക്കെ അടുത്ത് നിന്ന് കാണുവാനും കേൾക്കുവാനും നമ്മളെയൊക്കെ തൊട്ടടുത്ത് നിൽക്കുക. ആ ഒരു താരത്തിൻ്റെ ആരാധന മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ അയലോക്കത്തുള്ള പയ്യനായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഒരു വിഷയത്തെ, ഇപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയമായിരിക്കാം, അല്ലെങ്കിൽ പൊതുവെ കുട്ടികൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പൊതുവെ നാട്ടുകാർ മൊത്തം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പോൾ എൻഡോസൾഫാൻ പോലത്തെ ഒരു വിഷയം, ആ വിഷയത്തേക്ക്, അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണം, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വർക്കിലേക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിനടുത്തോ ഒക്കെ നടത്തുമ്പോൾ ആളുകൾ വന്നുകയും അതിൻ്റെ ആ സന്ദേശം മനസ്സിൽ കൊണ്ടുപോകാനുള്ളൊരു തയ്യാറെടുപ്പ് അന്നുണ്ടായിരുന്നു. ആ ഒരു അനുഭവമാണ് നമുക്ക് അന്നുണ്ടായിരുന്നത്. കഷ്ടപ്പാടൊരുണ്ട് ഇതിൽ കളിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ, അവർ വെയിലായാലും മഴയായാലും. ഇപ്പോൾ ഞാൻ പട്ടാമ്പി പോയി ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഞങ്ങൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പള്ളിയിൽ ബാങ്ക് വിളിക്കുക. ബാങ്ക് വിളി സമയത്ത് നമ്മൾ ആ ഒരു ആരാധനയെ മാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലാണ്. അപ്പം നമ്മളൊക്കെ വളരെ ഒരു പ്രത്യേക എന്തിലാണ് നിൽക്കുന്നത്, കല്ലൊക്കെ ഉള്ളവർ എന്തിലും വീണ് കിടക്കുക, ആ പൊസിഷനിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണ് ബാങ്ക് തീരണവർ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വെയിലായാലും മഴയായാലും ഒക്കെ നമ്മൾ ആ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. മഴയാണെങ്കിൽ നമ്മളിപ്പോൾ മാറ്റി വെക്കും, പക്ഷേ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് കൊടും വെയിലാണെങ്കിലും അവിടെ പ്ലേ ചെയ്യണം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ആ ആർട്ടിസ്റ്റുകൾ അന്ന് ചെയ്യുന്നത്. ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ സാധ്യത കണ്ടത്. അനിലിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നാം കേട്ടു. അനിൽ നല്ലൊരു സാഹിത്യകാരനാണ്, നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, മലയാള സിനിമയിൽ എൻട്രി ചെയ്യുന്ന പുതിയൊരു കലാകാരനാണ്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒത്തിരി മലയാള സിനിമകൾക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ കുറച്ച് വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങൾ കാണാം. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.